PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. വേൾഡ് ജോഗ്രഫിയിൽ അന്തരീക്ഷമർദ്ദവും കാറ്റും അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കാറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, കാറ്റിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൈ പ്രഷർ എന്നും ലോ പ്രഷറിലേക്കാണ് കാറ്റ് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരെന്ന് പറയുന്നത് അത് ഉത്ഭവിക്കുന്ന ഡയറക്ഷൻ്റെ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ പലതരം കാറ്റുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗ്ലോബൽ അല്ലെങ്കിൽ പെർമനന്റ് അല്ലെങ്കിൽ പ്രിവൈലിംഗ് വിൻസ് എന്നറിയപ്പെടുന്ന ആഗോളവാദങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് സീസണൽ വിൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്നതാണ് ലോക്കൽ വിൻസ്, നാലാമതായിട്ട് വരുന്നതാണ് വേരിയബിൾ വിൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ വിൻസും പിന്നെ അതുപോലെ തന്നെ സീസണൽ വിൻസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം 2 നമുക്ക് കടക്കാം, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് മൺസൂൺ കാറ്റുകളാണ്. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാറ്റിൻ്റെ സീസണൽ അനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച്, ഡയറക്ഷനിലുള്ള ചേഞ്ചിനെയാണ് മൺസൂൺ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള ചൂട് പിടിക്കുമ്പോൾ ശക്തമായിട്ട് എന്തുണ്ടാകാറുണ്ട്? അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടും. ചൂട് പിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വായു എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് വികസിച്ച് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താരതമ്യേന എന്ത് ചെയ്യും? നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ ലോ പ്രഷർ ഏരിയയും നമ്മുടെ സമുദ്രത്തിൽ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ഹൈ പ്രഷർ ഏരിയ ഉണ്ട്. അപ്പോൾ താരതമ്യേന ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്നാണ് ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വീശുന്നുണ്ട്. അപ്പോൾ കാറ്റിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നതെന്നും നമുക്കറിയാം. കോറിയോളിസിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിൽ വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു? ഇവിടെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓഷൻ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് ഇങ്ങോട്ടേക്ക് വീശുന്നുണ്ട്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിന്റെ പിടിയിലമരും. ഈ സമയം ഉത്തരേന്ത്യക്ക് മുകളിൽ എന്ത് ഉണ്ടാകുന്നുണ്ട്? ഉച്ചമർദ്ദം. തണുപ്പാകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഹൈ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക്, അപ്പൊ കരയിൽ നിന്നും നേരെ ഓഷനിലേക്ക് വടക്കു കിഴക്ക് ദിശയിൽ തുടർച്ചയായി കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ വടക്കു കിഴക്കൻ ദിശയിൽ കാറ്റ് വീശുന്നുണ്ട്. വടക്കു കിഴക്കൻ, നോർത്ത് ഈസ്റ്റ്. ഇതിനെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇന്ത്യയുടെ സമുദ്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വീശുന്ന ആദ്യത്തെ സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ് അല്ലെ. ഈ സൗത്ത് വെസ്റ്റിൽ നിന്നും ഇങ്ങനെ വീശുന്നത് കൊണ്ടാണ്, ആ ഡയറക്ഷനിൽ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിനുള്ളിൽ നിന്ന്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീശുന്നത് കണ്ടോ? ഇങ്ങോട്ടേക്ക്, അതും നോർത്ത്, ഇത് നോർത്ത്, ഇവിടെ ഈസ്റ്റ്. ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇതിനെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോക്കൽ വിൻസ്, പ്രാദേശികമായിട്ട് വീശുന്ന കാറ്റുകളാണ്, പ്രാദേശിക വാദങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപവർദ്ധ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളുണ്ട്, അതിപ്പോ ഇന്ത്യയിൽ മാത്രം എന്നുള്ളതല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാദേശികമായി ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് വീശുന്നുണ്ട്. ഇതിനെയാണ് ലോക്കൽ വിൻസ്, പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. പ്രാദേശികവാദങ്ങളിൽ ഏറിയും എന്താണ്? കാലികമാണ്. അതായത് പ്രദേശങ്ങൾ, നാമങ്ങളിലാണ് ഈ കാറ്റുകൾ, അതായത് പ്രാദേശിക നാമങ്ങളിൽ, ആ പ്രദേശത്ത് അറിയപ്പെടുന്ന നാമങ്ങളിലാണ് എന്ത് ചെയ്യുക? ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത്, ഇത് വളരെ ശ്രദ്ധിക്കുക, ഒട്ടുമിക്ക എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു പ്രാദേശിക ലോക്കൽ വിൻഡാണ് ലൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന കഠിനമായ ചൂടുള്ള വരണ്ട കാറ്റാണ്.
ഉഷ്ണക്കാറ്റ്, കഠിനമായ ചൂടുള്ള അല്ലെങ്കിൽ വരണ്ട ഉഷ്ണക്കാറ്റ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? അങ്ങനെ ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ആളാണ് ലൂ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് ഉച്ച തിരിഞ്ഞാണ് ഇത് പ്രധാനമായും വീശുന്നത്. വേനൽക്കാലത്ത് ഉച്ച തിരിഞ്ഞതിന് ശേഷം, ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഏത് വീശുന്നത്? ലൂ എന്ന പ്രാദേശികവാദം വീശുന്നത്. അടുത്തതാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണിത്. മഞ്ഞ് ഉരുക്കി കളയാൻ ശേഷിയുള്ളതിനാൽ, അപ്പൊ അവിടെ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് മഞ്ഞുള്ള പ്രദേശമാണ് ഇവിടെ വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാറ്റ് വീശുന്നെടുത്ത് ഇത് എന്ത് ചെയ്യും? മഞ്ഞിനെ, വരണ്ട കാറ്റാണല്ലോ, അപ്പൊ അവിടെയുള്ള മഞ്ഞിനെ എന്ത് ചെയ്യും? ഉരുക്കിക്കളയും. അങ്ങനെ ഉരുക്കുന്നത്, അത് മഞ്ഞു തീനി, സ്നോ ഈറ്റർ, അങ്ങനെ ഉരുക്കി കളയുന്നത് കൊണ്ട് തന്നെ ഇതിനെ മഞ്ഞു തീനി, സ്നോ ഈറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചിനൂക്കാണ്. മഞ്ഞു തീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ഇതും ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ഫൊൻ എന്ന് പറയുന്നത്. ഫൊൻ എന്ന പ്രാദേശിക വാദം. യൂറോപ്പിലെ ആൽസ് പർവ്വത ചരിവിൽ വരണ്ട ചരിവിലുള്ള ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ഫൊൻ എന്ന് പറയുന്നത്. ഇത് പർവ്വതനിരകളുടെ വടക്കേ ചെരിവിലാണ് വീശുന്നത്. മുന്തിരി വേഗത്തിൽ പാകമാകാൻ സഹായിക്കുന്നുണ്ട്. ഏത്? ഈ ഫൊൻ എന്ന് പറയുന്നത്. ഇപ്പൊ പൊന്നാണ് അല്ലെ, പൊന്നായിട്ട് മുന്തിരി പാകമാകാൻ സഹായിക്കുന്ന പൊന്നാണ് ആരെന്ന് പറയുന്നത്? ഫൊൻ എന്ന് പറയുന്നത്. എവിടെയാണ്? യൂറോപ്പിലെ ആൽസ് പർവ്വത ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണിത്. ഇനി അടുത്തതാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും ഗിനി തീരത്തേക്ക് വീശുന്ന വരണ്ട കാറ്റാണിത്. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറച്ച് സുഖകരമായ കാലാവസ്ഥ നൽകുന്നതാണ്. അവിടെ ഒരു ഈർപ്പം കുറച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡോക്ടറിന്റെ, ഒരു പേഷ്യന്റിനോട് ഡോക്ടർ വളരെ സുഖകരമായി പെരുമാറുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡോക്ടർ വിൻഡ് എന്നറിയപ്പെടുന്നത് ഹർമാറ്റൻ ആണ്. അപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഗിനി തീരത്തേക്കാണ് ഈ കാറ്റ് വീശുന്നത്. ഇനി അടുത്തതാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ, ആസാം, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ മൺസൂണിന് മുമ്പ് അനുഭവപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഏതെന്ന് പറയുന്നത്? ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയുമാണ് ഇത് കൽബൈശാഖി. ഇതിനെ നോർവെസ്റ്റേഴ്സ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. എന്തെന്നും വിളിക്കുന്നുണ്ട്? നോർവെസ്റ്റേഴ്സ് എന്നും വിളിക്കുന്നുണ്ട്. അടുത്തതാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. മാംഗോ ഷവർ കേരളത്തിലും കർണാടകത്തിലും വേനൽക്കാലത്ത്, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് വേനൽക്കാലം എന്ന് പറയുന്നത്. മാർച്ച് മാസത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് ഏതെന്ന് പറയുന്നത്? മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മാവൊക്കെ പൂത്തു നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. മാങ്ങകൾ പൂത്ത് പാകമായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ മാങ്ങകൾ പെട്ടെന്ന് പാകമാകാൻ സഹായിക്കുന്നുണ്ട്. അതാണ് മാംഗോ ഷവർ എന്ന് അറിയപ്പെടുന്ന കാറ്റ്. അടുത്താണ് ബ്ലോസം ഷവർ. ഈ ബ്ലോസം ഷവർ എന്ന് പറയുന്നത് കോഫിയാണ്. അതായത് നമ്മുടെ നേരത്തെ മാംഗോ ആണെങ്കിൽ ഇത് കോഫിയാണ് കേട്ടോ. കർണാടകയിലും കേരളത്തിലും ചില ഭാഗങ്ങളിൽ വേനൽക്കാലത്ത്, അതായത് മാർച്ച് അതുപോലെ, അതായത് പ്രീ മൺസൂൺ കാലയളവിൽ ലഭിക്കുന്ന മഴയാണ് ബ്ലോസം ഷവർ എന്ന് പറയുന്നത്. കാപ്പിച്ചെടികൾ പൂക്കാൻ സഹായിക്കുന്ന മഴയാണിത്. ഇതിനെ കോഫി ഷവർ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ മാംഗോ ഷവർ എന്നും കോഫി ഷവർ എന്നും അറിയപ്പെടുന്ന രണ്ട് പ്രാദേശികവാദങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് കേരളത്തിലും കർണാടകത്തിലുമാണ് മാംഗോ ഷവറും അതുപോലെ തന്നെ കോഫി ഷവറും ഉള്ളത്. അടുത്തതാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് വേരിയബിൾ വിൻഡ് ആണ്. അതായത് ഇവരെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന സമയം വരുന്നു. ഇപ്പൊ നമുക്ക് വേരിയബിൾ വിൻഡ്സിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരണ്ട ഉഷ്ണക്കാറ്റൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മാംഗോ ഷവറാണ്, അല്ലെങ്കിൽ ബ്ലോസം ഷവറൊക്കെ ആണെങ്കിൽ ഒരു ഇന്ന മാസം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വേരിയബിൾ വിൻഡുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ല, അസ്ഥിരമാണ്, അല്ലെ, സ്ഥിരതയില്ലാത്ത വാദങ്ങളാണ്, അല്ലെങ്കിൽ സ്ഥിരമില്ലാത്ത വിൻഡുകളാണ് ഏതെന്ന് പറയുന്നത്? അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്ത കാറ്റുകളാണ്. ഇവരുടെ ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ ഇവർക്ക് എത്രത്തോളം ശക്തി ഉണ്ടാകും എന്നുള്ളതും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പ്രവചിക്കാനാവാത്ത വാദങ്ങളാണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ് ഇതിൽ വരുന്നത്. സൈക്ലോൺസും ആന്റി സൈക്ലോൺസും. ഏതൊക്കെയാണ് വരുന്നത്? ആന്റി സൈക്ലോൺസും ഇവയാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും. സൈക്ലോൺസും ആന്റി സൈക്ലോൺസുമാണ് ഏതിൽ വരുന്നത്? അസ്ഥിരവാദങ്ങൾ, വേരിയബിൾ വിൻഡ്സിൽ വരുന്നത്. ഇനി നമുക്ക് അതിൽ തന്നെ ആദ്യത്തെ സൈക്ലോൺസിനെ പറ്റി നോക്കാം, അല്ലെ. സൈക്ലോൺസ് ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥയാണ് ചക്രവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെന്ററിൽ എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ഏരിയ കാണും. അപ്പൊ എന്തായാലും ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നറിയാം. അപ്പൊ ഈ ചുറ്റുമുള്ള ഇതെല്ലാം ഇപ്പൊ ഒരു ഹൈ പ്രഷർ സോൺ ആണെങ്കിൽ ഇതെല്ലാം ഒരു
ഹൈ പ്രഷർ ആണെങ്കിൽ ഇവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് ഇങ്ങനെ കാറ്റ് വീശുന്നുണ്ടാവും. അതാണ് ഏതെന്ന് പറയുന്നത്, സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണം നിമിത്തം ചക്രവാതങ്ങളിലെ വായുപ്രവാഹം 2 ഗോളാർദ്ധങ്ങളിലും വ്യത്യസ്ത ദിശകളിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോറിയോളിസിസ് ഭൂമിയുടെ ഭ്രമണം മൂലം, അതായത് ഭൂമിയുടെ ഈ ഒരു ഭ്രമണം മൂലവും പിന്നെ എന്താണ് ഈ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിലും സതേൺ ഹെമിസ്ഫിയറിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഇതിന് ഡയറക്ഷൻ എന്ന് പറയുന്നത് 2 രീതിക്കാണ്. അതായത് ഗോളം മുഴുവൻ, അതായത് ഭൂമി എന്ന ഗോളം മുഴുവൻ ഒരുപോലെയല്ല, അർദ്ധഗോളങ്ങളിൽ ഇത് എന്താണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ നമ്മൾ ഇത്ര ഓർമ്മിക്കുക, ഇപ്പോൾ ഒരു സൈക്ലോൺസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സൈക്ലോൺസ്, ആന്റി സൈക്ലോൺസ് അല്ലെ, പ്രതിയായിട്ടുള്ളത് പിന്നെ പഠിക്കുക. സൈക്ലോൺസ്, ആന്റി സൈക്ലോൺസ്. നമ്മളെന്ന് പറയുന്നത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നവരാണ്, അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന, കേരളം എന്ന് പറയുന്ന ആ ഒരു കൊച്ചു സ്ഥലം എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ആൻറ്റിമാരുണ്ടല്ലോ, പിന്നെ നമ്മളെല്ലാവരും ചുമ്മാ കളിയാക്കാറുണ്ട്, തല തിരിഞ്ഞവരെന്നൊക്കെ കളിയാക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. എന്നാലും അത് ഓർത്ത് വെച്ചിരിക്കുക, സൈക്ലോൺസ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. നമ്മൾ ഉൾപ്പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അല്ലെ, നമുക്ക് ആൻറ്റി ഉണ്ട് ക്ലോക്കും ഉണ്ട് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റത് പിന്നെ എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, സൈക്ലോൺസ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സതേൺ ഹെമിസ്ഫിയറിൽ അത് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നോക്കിക്കേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂനമർദ്ദം ഒരു ലോ പ്രഷർ ഏരിയയിൽ, ഈ ലോ പ്രഷർ ഏരിയയിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ, നോക്കിക്കേ, ഇങ്ങനെയാണ്. നമുക്കൊരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോക്കിന്റെ സൂചി ഇങ്ങനെയല്ലേ പോകുന്നത്, 1 2 3 4 5 6 ഇങ്ങനെയായിരിക്കും അതിന്റെ സൂചി പോകുന്നത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് പോകുന്നതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്നതിനെയാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കാര്യം എപ്പോഴും നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഇതിന് റൈറ്റിൽ, ഇപ്പൊ ഇങ്ങനെ വരുന്ന ഇതിന് റൈറ്റിലോട്ട് ഒരു ചരിവ് കാണും. ഇങ്ങനെ പോകുന്നത് റൈറ്റിലോട്ട് ചരിയും, ഇങ്ങനെ റൈറ്റിലോട്ട് ചരിഞ്ഞാണ് അതൊരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലേ. നമ്മളത് കഴിഞ്ഞതിന് പറഞ്ഞിട്ടുണ്ട്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ഫെറൽസ് ലോയും നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിനെങ്ങനെയായിരിക്കും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ലെഫ്റ്റിലോട്ടായിരിക്കും ചരിയുന്നത്. ഏതൊരു വസ്തു അങ്ങനെ പോകുന്നതും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ നോക്കിക്കുക, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്ന. ന്യൂനമർദ്ദം അല്ലെ, ലോ പ്രഷർ ഏരിയ നടുക്കുമുണ്ട്. ഇതാണ് ഈ ഒരു പിക്ചറിൽ ചക്രവാതങ്ങൾ അല്ലെങ്കിൽ സൈക്ലോൺസ് എന്ന് പറയുന്നതിൻ്റെ നോർത്തേണിലും സദേൺ ഹെമിസ്ഫിയറിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ നോക്കി. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അതായത് സൈക്ലോൺസിൻ്റെ തന്നെ 2 ഇതാണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ എക്സാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്താണെന്നുള്ളത് നോക്കാം. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരദേശത്തേക്ക് വീശുന്ന അതിശക്തമായ കൊടുങ്കാറ്റാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഈ പേര് പോലെ തന്നെ ഉഷ്ണമേഖല ട്രോപ്പിക്കൽ ഏരിയയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് സമുദ്രങ്ങളിലാണ് കാണപ്പെടുന്നത്. സമുദ്രങ്ങളിൽ മുകളിലേക്ക് ഇത് രൂപം കൊണ്ടിട്ട് അത് പിന്നെ എങ്ങോട്ടേക്കാണ് വീശുന്നത്, തീരദേശത്തേക്കാണ് വീശുന്നത്. ഇവ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും കടൽക്ഷോഭത്തിനും അതുവഴി വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമാകാറുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് നമുക്ക് ഒഡീഷ തീരത്തൊക്കെ വന്നടിക്കുന്നത് നമുക്കറിയാം അല്ലെ. ആ തീരത്തിലേക്കാണ്, അതായത് സമുദ്രത്തിൽ നിന്നും തുടങ്ങി സമുദ്രത്തിൽ രൂപപ്പെട്ട് തീരത്തിലേക്ക് വന്ന് അടിക്കുന്നതും ഒക്കെ നമ്മൾ അത് കഠിനമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. ശക്തമായ മഴയും കാറ്റിനും ഒക്കെ കാരണമാകാറുണ്ട്. ഇപ്പൊ നോക്കാം, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ഡയറക്ഷനും കൂടി നോക്കുക. എങ്ങോട്ടാ, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ടാണ് ഉഷ്ണമേഖല ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ പേരുകളും വളരെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേര് നമുക്ക് അല്ലെ, നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമുക്ക് വലിയ ആഡംബരമൊന്നും ഇല്ലേ അല്ലെ, അധികം വലിയ ആഡംബരമൊന്നും നമുക്ക് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ നമ്മൾ സൈക്ലോൺസ് എന്ന് മാത്രമേ പറയാവുള്ളൂ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഇനി അറ്റ്ലാന്റിക് ആകുമ്പോൾ ഹരിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വലിയ പേരിടാത്തത് അറ്റ്ലാന്റിക്കിൽ ഹൈറിക്കെയിൻ എന്നാണ്, അല്ലെങ്കിൽ ഹരിക്കെയിൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിൽ അല്ലെങ്കിൽ ചൈന കടലിൽ ഇതിനെ അറിയപ്പെടുന്നത് ടൈഫൂൺസ് എന്നാണ് കേട്ടോ. ടൈഫൂൺസ് എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ വില്ലീസ് എന്നാണ് അറിയപ്പെടുന്നത്. വില്ലീസ്. അപ്പൊ ഇതിൽ വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത നമ്മളല്ലേ ഉള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതിനെ സൈക്ലോൺസ് എന്ന് മാത്രമേ അറിയപ്പെടൂ. ഇത് പഠിച്ചു വെച്ചിരിക്കുക, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഇത് രൂപപ്പെടാനായിട്ട്, അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് രൂപപ്പെടാനായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് സാഹചര്യങ്ങളുണ്ട്, അതും പഠിച്ചു വെച്ചിരിക്കുക. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. 20
27°C കൂടുതൽ താപനിലയുള്ള വിശാലമായിട്ടുള്ള ഒരു സമുദ്രത്തിലാണ് രൂപപ്പെടുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അപ്പൊ വിശാലമായി 27°C കൂടുതൽ താപനിലയുള്ള വിശാലമായ ഒരു സമുദ്ര ഉപരിതലം എന്തിനു വേണം? ട്രോപ്പിക്കൽ സൈക്ലോൺസ് രൂപീകരിക്കാനായിട്ട് അതിന് പ്രത്യേകം ഒരു അനുകൂല സാഹചര്യങ്ങൾ അല്ലെ, ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണ് പറഞ്ഞത് 27°C 27°C കൂടുതൽ താപനിലയുള്ള വിശാലമായ ഒരു സമുദ്ര ഉപരിതലം വേണം എന്നുള്ളത്. അടുത്തത് കോറിയോളിസിസ് ബലത്തിന്റെ സാന്നിധ്യം എന്നുള്ളത്. കോറിയോളിസിസ് ഫോഴ്സ് എന്തായാലും വേണം. കാറ്റിന്റെ ലംബതല വേഗതയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ അതെന്തായാലും വേണം. നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു ദുർബല ന്യൂനമർദ്ദ മേഖല. സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെന്ററിൽ ഒരു ന്യൂനമർദ്ദ മേഖലയുണ്ട്. അത് നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നതിന്റെ ഒരു ഫേവറബിൾ കണ്ടീഷനാണ്. അടുത്തതാണ് സമുദ്രത്തിന് മുകളിൽ ഉയർന്ന തലത്തിൽ വായുവിന്റെ വിയോജനം. സമുദ്രത്തിന്റെ മുകളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഡൈവേർജ് ആയി പോകുന്ന ഒരു ഉയർന്ന തലത്തിൽ വായുവിന്റെ ഒരു ഡൈവർജൻസും എവിടെ ഉണ്ടാകാറുണ്ട്? ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ ഉണ്ടാകാറുണ്ട്. ഇനി ഇതിന്റെ ഘടന എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സൈക്ലോൺസ് എടുക്കുമ്പോൾ, ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എടുക്കുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നതാണ് ഐ ഓഫ് ദ സൈക്ലോൺ, ചക്രവാത നേത്രം. അപ്പൊ നമുക്ക് കണ്ണുള്ളത് പോലെ എന്തിനും കണ്ണുണ്ട്? നമ്മുടെ ചക്രവാതത്തിനും കണ്ണുണ്ട് അല്ലെ. ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഐ ഓഫ് ദ സൈക്ലോൺ ഉണ്ട്, അതുപോലെ നേത്രഭിത്തി ഐ വോളും ഉണ്ട്. അപ്പൊ എന്താണ് ചക്രവാത നേത്രം എന്നുള്ളത് നോക്കാം. ചക്രവാതത്തിന്റെ കേന്ദ്രഭാഗമാണിത്. അതായത് സൈക്ലോൺസിന്റെ സെന്റർ, ആ ഒരു കേന്ദ്രഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത്. ഇവിടെ വായു താഴേക്കിറങ്ങുന്ന ശാന്തമായ അവസ്ഥയാണ് ഉള്ളത്. ഇനി എന്താണ് നേത്രഭിത്തി അല്ലെങ്കിൽ ഐ വോൾ എന്ന് പറയുന്നത്? ചക്രവാത നേത്രത്തിന് ചുറ്റുമുള്ള ഭാഗമാണിത്. ഇപ്പൊ ഇത് നേത്രമാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്ന, അതായത് ചുറ്റുമുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഐ വോൾ എന്ന് പറയുന്നത്. ഇവിടെ വായു അതിശക്തമായി ചുഴറ്റിയടിക്കുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. കാറ്റിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളതും ഈ മേഖലയിലാണ് കേട്ടോ. കാറ്റിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഈ ഐ വോൾ മേഖലയിലായിരിക്കും. ഇനി ഒരു റെയിൻ ബാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നോക്കിക്കേ, ഈ ഒരു സെന്ററിനെയാണ് ഐ എന്ന് പറയുന്നത്, ഇതിനെയാണ് ഐ വോൾ എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും എന്തുണ്ടാകും? റെയിൻ ബാൻഡുകൾ അല്ലെ, റെയിൻ ബാൻഡ്, മഴമേഖല. നേത്രഭിത്തിയിൽ നിന്നും പുറത്തേക്ക് മഴമേഘങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ രൂപീകരണം വഴി ശക്തമായ, ഇപ്പൊ നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത് മഴമേഘങ്ങളാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ മേഘങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യുമുലോ നിംബസ് എന്ന് പറയുന്ന മേഘ രൂപീകരിക്കുന്നുണ്ട്. ഈ രൂപീകരണം, ഈ മേഘത്തിന്റെ രൂപീകരണം വഴി ഇവിടെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൈക്ലോൺസിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഇനി രണ്ടാമത് വരുന്നതാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് ഒക്കെ അറിയപ്പെടുന്നത്. മിതോഷ്ണ മേഖല, ടെമ്പറേറ്റ്. ട്രോപ്പിക്കൽ ആണെങ്കിൽ അടുത്തത് എവിടെ ആയിരിക്കും? ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഇവിടെ ഉഷ്ണമേഖലയ്ക്ക് പുറത്ത് മധ്യ അക്ഷാംശങ്ങൾ, മിഡ് ലാറ്റിറ്റ്യൂഡ്സിൽ മധ്യ അക്ഷാംശങ്ങളിലും ഉയർന്ന അക്ഷാംശങ്ങളിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ വ്യൂഹങ്ങളാണ് മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. മിതോഷ്ണം, എക്സ്ട്രാ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഇവ മധ്യ അക്ഷാംശങ്ങളിലെയും ഉയർന്ന അക്ഷാംശങ്ങളിലെയും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഈ വേരിയബിൾ വിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുത്തുന്നുള്ളത് നമുക്കറിയാം. അതിൽ തന്നെ സൈക്ലോൺസ് നല്ല രീതിയിൽ മാറ്റം വരുത്താറുണ്ട്. ഇനി ഇതിന്റെ രൂപീകരണവും സവിശേഷതകളും നമ്മൾ നോക്കുകയാണെങ്കിൽ നിശ്ചലമായ ധ്രുവീയവാദ മുഖങ്ങളിലാണ്, പോളാർ ഫ്രണ്ട്സ്, ഇതിലാണ് ഇവ രൂപം കൊള്ളുന്നത്. വ്യത്യസ്ത താപനിലയിലുള്ള വായുപിണ്ഡങ്ങൾ, ഉഷ്ണവായും ശീതവായും വ്യത്യസ്ത ടെമ്പറേച്ചറിലുള്ള ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ഇവ. അപ്പൊ വ്യത്യസ്തമായിട്ട് ഇതൊരു കോൾഡ് ഫ്രണ്ട് ആണെങ്കിൽ ഇതൊരു വാം ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വായു എന്ത് ചെയ്യുന്നുണ്ട്? ഉഷ്ണവായും അതുപോലെ ശീതവായും പിന്നെ വായുപിണ്ഡങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു എയർ മാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടിച്ചേരുന്ന ആ ഒരു പോർഷൻ, അതിനെയാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ രൂപീകരിക്കുന്നതിനാണ് ഫ്രോണ്ടോജനസിസ് എന്ന് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് വ്യക്തമായ ഉഷ്ണവാതമുഖവും ശീതവാതമുഖവും ഉണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഇവയുടെ ചംക്രമണം ഘടികാര ദിശയ്ക്ക് വിപരീതമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഇതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. ഇവ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. നേരത്തെ ഈസ്റ്റ് ടു വെസ്റ്റ് പറഞ്ഞു, ഇവിടെയാണെങ്കിലോ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ടെമ്പറേറ്റ് സൈക്ലോൺസ് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. മിതോഷ്ണ മേഖല ചക്രവാതങ്ങളുടെ വികാസത്തിനിടയിൽ ശീതവാതമുഖവും ഉഷ്ണവാതമുഖത്തെ മറികടക്കുകയും ഉഷ്ണവായു ഭൗമോപരിതലത്തിൽ നിന്നും പൂർണ്ണമായി ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോൾഡ് ഫ്രണ്ടും ഇതുപോലെ ഒരു വാം ഫ്രണ്ടും കൂടി ചേരുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ഉഷ്ണവാതമുഖത്തെ മറികടക്കുകയും ഉഷ്ണവായു എന്ത് ചെയ്യും? ഭൗമോപരിതലത്തിൽ നിന്ന് പൂർണ്ണമായി ഇങ്ങനെ ഉയർത്തപ്പെടും, മുകളിലോട്ട് പൊക്കും. ഇതിനെയാണ് സൗരുദ്ധവാതമുഖം, ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ചക്രവാതം ദുർബലമാകുകയാണ് ചെയ്യുന്നത്.
അപ്പം നോക്കിക്കേ, ഒരു കൂൾ എയർ അല്ലെ, കൂൾ എയർ, കോൾഡ് ഫ്രണ്ടും വാം ഫ്രണ്ടും ഇവ തമ്മിൽ ഇങ്ങനെ പോക്കുമ്പോൾ ഇതിനെ കൊണ്ട് പൊക്കി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാദമുഖങ്ങളാണ് കേട്ടോ, അതാണ് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ നോക്കിയത് സൈക്ലോൺസിന്റെ തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും ആണ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആന്റി സൈക്ലോൺസ് ആണ്. എന്താണ് ആന്റി സൈക്ലോൺസ് എന്ന് നോക്കാം. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധങ്ങൾ സൃഷ്ടിക്കാറില്ല, അങ്ങനെ വലിയൊരു രീതിയിൽ സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ എപ്പോഴും ഇതിൽ ചിന്തിക്കേണ്ടത് എന്താണ്. ഇപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം സൈക്ലോൺസ് ആണ് പഠിച്ചത്. അതെന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ആൻറ്റിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ സ്വാഭാവികമായും ആൻറ്റി സൈക്ലോൺസ് എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചിന്തിച്ചാൽ മതി. ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അല്ലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ എതിർ ഘടികാര ദിശയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെ പ്രതിചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും. ഇത് നോക്കിക്കേ, പ്രതിചക്രവാതം. ഈ സൈക്ലോൺസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, സൈക്ലോൺസിന് നമുക്ക് ഹൈ പ്രഷർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും നടുക്കുള്ള ലോ പ്രഷറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നടുക്കാണെങ്കിൽ ലോ പ്രഷർ അല്ല, ഇവിടെ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആയിരിക്കും. ഈ ഹൈ പ്രഷറിൽ നിന്നും എങ്ങനെയാണ് വെളിയിലോട്ടാണ് പോകുന്നത്, അല്ലേ, വെളിയിലോട്ടാണ് പോകുന്നത്. ഈ ഹൈ പ്രഷറിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാധനത്തിന് എന്ത് ചെയ്യും? ഇങ്ങനെ റൈറ്റിലോട്ട്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലോട്ട് ഒരു റിഫ്ലക്ഷൻ വരും. അങ്ങനെയാണ് അത് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു ക്ലോക്ക് വൈസ് ആണ്. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ലെഫ്റ്റിലോട്ടാണ് അതിനൊരു ഡിഫ്ലക്ഷൻ വരുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് പോകുന്ന ഇതിൻ്റെ ഡയറക്ഷനിൽ എങ്ങോട്ട് വരും? ഇവിടെ ഇങ്ങനെ പോകുന്നതിന് ലെഫ്റ്റിലോട്ടൊരു ഡിഫ്ലക്ഷൻ വരും. അങ്ങനെയാണ് ഇത് എന്തായിട്ട് മാറിയത്? അങ്ങനെയാണ് ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ ആൻറ്റി സൈക്ലോൺസും ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള ആ കോഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ പഠിച്ചത് സൈക്ലോൺസ് ആണ്. സൈക്ലോൺസിന് നമ്മൾ ജീവിക്കുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പിന്നെ എല്ലാം നമുക്ക് അതിൽ തന്നെ കണക്ഷൻ വെച്ച് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ, അതായത് നമ്മുടെ വിൻഡുകളാണെങ്കിലും അല്ലെ, അപ്പോൾ ഇതെല്ലാം ഈ ഫ്രണ്ട് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇതിൽ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നമ്മുടെ വേരിയബിൾ വിൻഡ്സ്, ട്രോപ്പിക്കൽ സൈക്ലോൺസും അതുപോലെ തന്നെ ആൻറ്റി സൈക്ലോൺസും, അതിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അതുപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺസ്, അതായത് സൈക്ലോൺസിലെ ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും പഠിപ്പിക്കാനായിട്ട് ഞാൻ റെഫർ ചെയ്തെന്ന് പറയുന്നത് SCERT 10ാം ക്ലാസ്സിലെ പുതിയ മാറിയിട്ടുള്ള SCERTയിലെ ചാപ്റ്റർ 1 ആണ്. അതുപോലെ തന്നെ 11ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 10, നമ്മുടെ +1ൻ്റെ 10ാമത്തെ ചാപ്റ്റർ, അതിൽ കാര്യമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഫ്രണ്ടുകളുടെ തന്നെ ഇപ്പോൾ കോൾഡ് ഫ്രണ്ട്, വാം ഫ്രണ്ട്, ഒക്ലൂഡഡ് ഫ്രണ്ട് എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വായിച്ച് നോക്കുക, പിന്നെ എല്ലാം മനസ്സിലാക്കുക. ഞാൻ പറയാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കുക. എന്തായാലും ഈ പഠിപ്പിച്ച സാധനത്തിൽ റിലേറ്റഡ് ആയിട്ട് ഈ 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ അടുത്ത ഭാഗവും അടുത്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.